ഗൈസ് നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് വേണം എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും ചോദിക്കും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡെക്സ് മാർക്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇൻഡെക്സ് മാർക്ക്? ഇപ്പോൾ CBSE കുട്ടികൾക്കൊക്കെ ഒരു വിഷയം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ 100-ലാണ് മാർക്ക് വരുന്നത്. കേരള സിലബസിന് എത്ര മാർക്ക് വരുന്നത്? 120-ലാണ് വരുന്നത്. +2 മാത്രമാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 120 എന്ന് പറയുമ്പോൾ നമുക്ക് സി മാർക്ക് വരുന്നുണ്ട്. സി മാർക്ക് 20 മാർക്ക്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് വരുന്നുണ്ട് 40 മാർക്ക്. പിന്നെ നമ്മൾ എഴുതുന്ന പരീക്ഷ, അതിനാണ് തിയറി എക്സാം പറയുന്നത്. ഇതിന് നമുക്ക് ടോട്ടൽ 60 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ സി മാർക്ക് 20 മാർക്ക് കിട്ടി. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് 40 മാർക്ക് കിട്ടി. പിന്നെ 60 മാർക്കും തിയറി എക്സാമിന് കിട്ടിയ കുട്ടി, അതായത് 120-ൽ 120 മാർക്കും കിട്ടിയ കുട്ടിക്ക് എത്ര പെർസെൻറ്റേജാ? അതായത് 120 കിട്ടിയ മാർക്ക് 120 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് 120 നോക്കുന്ന സമയത്ത് 100% നമുക്ക് മാർക്ക് കിട്ടും. അതായത് 1.00 കിട്ടും. ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് 100% ആയി. ശരിയല്ലേ? ഇതേപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പ്ലസ് ടോട്ടൽ മാർക്ക് നോക്ക് ഡിവൈഡ് ബൈ ചെയ്യുന്ന സമയത്ത് +2 മാത്രമല്ല, +1 കൂട്ടണ്ട. ഡിവൈഡ് ബൈ ചെയ്യുന്ന സമയത്ത് കിട്ടിയ വാല്യൂ ഇൻറ്റു 100 എന്ന് ചെയ്യുന്ന സമയത്ത് 100-ന്റെ താഴോട്ടേക്കുള്ളൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഉണ്ടല്ലോ, അതേപോലെ കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതായത് ടോട്ടൽ ഈ ഓരോ പെർസെൻറ്റേജും കൂട്ടുന്ന സമയത്ത് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നോക്കുന്ന നഴ്സിംഗ് ആണെങ്കിൽ നമുക്ക് ടോട്ടൽ 300-ൽ 300 ഇൻഡെക്സ് മാർക്ക് കിട്ടും. അതായത് 300-ൽ 300 നമ്മുടെ ഇൻഡെക്സ് മാർക്ക്, ഫുൾ മാർക്ക്. അതാണ് 100%. അല്ലാതെ +1 +2-ലെ പെർസെൻറ്റേജ് അല്ല. എന്തിൽ നോക്കുക? LBSൽ നോക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ട് അതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഓരോ കുട്ടികളും ഞങ്ങൾ ഡെയിലി വിളിച്ച് ചോദിക്കുന്ന, സാറേ നഴ്സിങ്ങിന് 79% മാർക്കുണ്ട്, സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചിലപ്പോൾ കിട്ടും. +1-ലാണ് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ +2-ൽ മാർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ കിട്ടൂലേ? അപ്പോൾ ഇത് നോക്കുന്നത് പ്യൂർലി എന്താണ്? ഇൻഡെക്സ് മാർക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില കുട്ടികൾ ചോദിക്കും, ഞങ്ങൾക്ക് സാറേ ഇത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും? അതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോണിലോ ലാപ്പിലോ എടുത്ത് ടാബോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, ഡെയിലി റീൽസ് സ്ക്രോൾ ചെയ്യാൻ എത്രങ്ങാനും ടൈം നമ്മൾ കളയുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. LBS ലാസ്റ്റ് അലോട്ടഡ് ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന ഫസ്റ്റ് ലിങ്ക്, അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് 2025 ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അതിൽ ഫസ്റ്റത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ മെയിൻ പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിൽ കോഴ്സസ് നോക്കുക. ഇപ്പോൾ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഇതിൽ കേരളത്തിലുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ കോളേജുകളിൽ എത്ര മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ കോഴ്സ് നമുക്ക് നഴ്സിംഗ് കൊടുത്തു നോക്കാം. നഴ്സിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോളേജ് സെലക്ട് ചെയ്യാം. ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ കാണുന്ന അൽഷിഫ കോളേജ് പെരിന്തൽമണ്ണയാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കോളേജ് ആയതുകൊണ്ട് അത് കൊടുത്തത്. ഫസ്റ്റ് കണ്ടതുകൊണ്ട് കൊടുത്തത്. അങ്ങനെ ഒരു ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കോളേജ് നല്ലതാണെന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ അൽഷിഫ കോളേജ് കൊടുത്തു. അൽഷിഫ കോളേജ് കൊടുത്ത സമയത്ത് അൽഷിഫ കോളേജിൽ ടോട്ടൽ കയറിയ കുട്ടികളുടെ എണ്ണം 45 LBS വഴി കയറിയ കുട്ടികളുടെ എണ്ണം. ഇവരുടെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ്, ഒന്നാമത്തെ റാങ്ക്, അതായത് LBSന് 3 റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ BSLPക്കൊക്കെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാൻഡേറ്ററി അല്ല, വേറെ റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ, ആ കുട്ടിയുടെ ആപ്ലിക്കേഷൻ, LBS ആപ്ലിക്കേഷൻ നമ്പർ, കുട്ടിയുടെ പേര്, കുട്ടിയുടെ കോട്ട, കുട്ടിയുടെ അലോട്ട്മെന്റ്, എത്രാമത്തെ അലോട്ട്മെന്റിലാണ് കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻഡെക്സ് മാർക്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ്. ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവുമല്ലോ, അതായത് മുസ്ലിം കോട്ടയിൽ വരുന്ന കുട്ടികളുണ്ടാവാം, ഈഴവ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു അല്ലെങ്കിൽ SC ST, ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി റാങ്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് കണ്ടു, ഇതാണ് കമ്മ്യൂണിറ്റി റാങ്ക്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് ആയതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി റാങ്ക് കാണാത്തത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു കാറ്റഗറി ഇപ്പോൾ ഇത് ഈഴവ കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. 291 ഇവരുടെ ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് റാങ്ക് വരുന്നത് 4440 അതുപോലെ തന്നെ കാറ്റഗറി റാങ്ക് വരുന്നത് 793 25,000 രൂപ കൊടുത്ത് അഡ്മിഷൻ എടുത്തു എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായത് ഇതെന്താണെന്നുള്ളത്.
പിന്നെ ഫീസ് പെയ്ഡ് അതുപോലെ തന്നെ അഡ്മിറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നഴ്സിംഗിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ നഴ്സിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും കോഴ്സ് വേണമെങ്കിൽ കോഴ്സ് മാറ്റാം. ഇനിയിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ വളരെ കുറഞ്ഞ സീറ്റുള്ള ഒരു എമർജൻസി മെഡിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുക. ഇത് KMCTയിലുണ്ട്. KMCTയിൽ എത്ര കുട്ടികൾ കയറിയിട്ടുണ്ടെന്ന് നോക്കുക. മൊത്തം 6 കുട്ടികളാണ് കയറിയിട്ടുള്ളത്. അതിൽ സ്റ്റേറ്റ് മെറിറ്റ് 284, 277, 277, അതുപോലെ തന്നെ 269, പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ 235 വരെയുള്ള കുട്ടി, അതായത് സ്റ്റേറ്റ് റാങ്കിൽ 38,558 വരെ റാങ്ക് കിട്ടിയ കുട്ടികൾ കയറിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നോക്കാം. ഇനി അടുത്തൊരു കാറ്റഗറി നമുക്ക് ഏതാ നോക്കാം. വളരെ കുറഞ്ഞ സീറ്റുള്ളത് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. കോളേജ് നോക്കാം. നമുക്ക് ഇപ്രാവശ്യം നമുക്കൊരു ഗവൺമെന്റ് കോളേജ് എടുത്താലോ. ഗവൺമെന്റ് കോളേജ്, മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഞാൻ എടുത്തു. കോഴിക്കോടിൽ ആകെ ഒറ്റ കുട്ടിയെ കയറിയിട്ടുള്ളൂ. ആകെ 2 സീറ്റോ 3 സീറ്റോ ഉള്ളൂ. അതിൽ ഒറ്റ കുട്ടിയെ കയറിയിട്ടുള്ളൂ. അതാണ് 4ാമത്തെ അലോട്ട്മെന്റിൽ 298 റാങ്കിലാണ് കയറിയിട്ടുള്ളത് സ്റ്റേറ്റ് മെറിറ്റിൽ. ഇനി നോക്കട്ടെ. ഇനി വരുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം നോക്കാം. എത്ര കുട്ടികൾ കയറിയിട്ടുണ്ട്? 5 കുട്ടികൾ കയറിയിട്ടുണ്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റ് 300-ൽ 300, 300-ൽ 300, 300-ൽ 300, ഇങ്ങനെയാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും, ഇനിയിപ്പോൾ ഒക്യുപേഷൻ തെറാപ്പി അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കോഴ്സാണ്. ഇപ്പോൾ WF40 അപ്രൂവലുള്ള ഒരു കോളേജ് നമുക്ക് നോക്കാം. നിഷ് നോക്കാം. നിഷിൽ കയറിയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണത്. കണ്ടോ, 300-ൽ 300, 300. ഇതൊക്കെ 100% മാർക്ക് ഉണ്ടെങ്കിലേ കയറുള്ളൂ. PCBയിൽ +2 മാത്രം. ഞാൻ ആദ്യം പറഞ്ഞ ഇൻഡെക്സ് മാർക്കാണ് നോക്കുന്നത്, അല്ലാതെ ടോട്ടൽ പെർസെൻറ്റേജ് അല്ല. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ BPO, ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് കയറിയിട്ടില്ല. ഇനി പെർഫ്യൂഷൻ ടെക്നോളജി, അല്ല BPOയിൽ നമ്മൾ കോളേജ് സെലക്ട് ചെയ്തോ? ഇല്ലല്ലോ. ഓക്കെ. ഇനി BPO, ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സാണ്. ഇത് നമുക്ക് നിപ്മറിലുണ്ട് ഈ കോഴ്സ്. നിപ്മറിൽ ടോട്ടൽ എത്ര സീറ്റാ? 20 സീറ്റാണുള്ളത്. കയറിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഇതിന് സെപ്പറേറ്റ് ചെയ്ത 6ാമത്തെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇത് കയറിയിട്ടുള്ളത്. സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാ. നല്ല കോഴ്സ് അത്. അപ്പോൾ ഇതിന് കയറിയിട്ടുള്ള മാർക്ക്, ഇത് അത്യാവശ്യം മാർക്ക് കുറവാണെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ LBS വഴി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജുകളിൽ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കോഴ്സിനെ കുറിച്ചിട്ടും മറ്റുള്ള ഇതുപോലത്തെ LBS എന്നാണ് അപേക്ഷ തുടങ്ങുക എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ വാട്സപ്പ് ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പുറത്തോട്ടേക്കൊക്കെ അഡ്മിഷൻ നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.